ഇന്ത്യൻ 2020 ടീമിന്റെ നായകസ്ഥാനത്ത് നിന്ന് സൂര്യകുമാർ യാദവ് പുറത്തേക്കെന്ന സൂചന. മോശം ഫോമിൽ തുടരുന്ന സാഹചര്യത്തിൽ താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ ക്യാപ്റ്റൻസിക്ക് ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനിൽ, കുറെ നാളുകളായി അന്തരീക്ഷത്തിലുള്ള വാർത്തയാണ് നാളെ നിർണായകമായ തീരുമാനം. സൂര്യകുമാറിന്റെ ഭാവി നാളെ അറിയാമല്ലേ? തീർച്ചയായും ഇതില്ല, അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായ 2020 പരമ്പരകൾക്കുള്ള ടീമിനെ വൈകാതെ തന്നെ പ്രഖ്യാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം നാളെ BCCIയുടെ ടീം മാനേജ്മെന്റിന്റെ യോഗം നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യോഗത്തിലാണ് സൂര്യകുമാർ യാദവിനെ ഒരുപക്ഷെ ഇന്ത്യൻ 2020 ടീമിന്റെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകകരമുള്ള കാര്യം, അവസാനമായി ഇന്ത്യ കളിച്ച 2020 മത്സരം എന്ന് പറയുന്നത് 2020 ലോകകപ്പാണ്. അതിൽ ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന നായകനാണ്. അദ്ദേഹത്തിന് ഇനിയൊരു മത്സരം പോലും കിട്ടാതെ അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നത് കൗതുകമുണ്ട്. ഇതെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ സമീപകാലത്ത് സൂര്യകുമാർ യാദവിന്റെ മോശം ഫോം വല്ലാത്ത രീതിയിലാണ്. അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി വന്നതിൽ പിന്നെ അദ്ദേഹത്തിന് കാര്യമായി ബാറ്റ് കൊണ്ട് തിളങ്ങാനായിട്ടില്ല. ലോകകപ്പിൽ പോലും ആദ്യ മത്സരത്തിൽ ഒഴിച്ച് അദ്ദേഹത്തിന് കാര്യമായ സംഭാവന ഉണ്ടായിട്ടില്ല. IPL കൂടി മോശം ഫോമിലായതോടുകൂടിയാണ് താരത്തെ മാറ്റുന്നത്. ഇനി പകരം ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, നമ്മുടെ സഞ്ജു സാംസൺ എന്നിവർക്ക് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഗൗതം ഗംഭീറിന് കൂടുതൽ താല്പര്യം സഞ്ജുവിനെ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ദില്ല, ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻ പദവിയിലേക്ക് സഞ്ജു സാംസൺ എത്തുമോ എന്നാണ് ആകാംക്ഷ. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.